ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള മസാല ചപ്പാത്തിയാണ്. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന സെയിം ടൈം കൊണ്ട് ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്കതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം തന്നെ ആവശ്യമുള്ളൂ. നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മേത്തി ലീവ്സ് 1 ടേബിൾ സ്പൂൺ, അതായത് പെരുംജീരകത്തിൻ്റെ ഇല ഉണക്കിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു കളർ ചേഞ്ചിന് ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് പാലും വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മാവ് ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചപ്പാത്തി സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെ ഇത് മാവ് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്ത ശേഷം നമുക്കൊരു 20 തൊട്ട് 25 മിനിറ്റ് വരെ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കണം. ഇതിപ്പം ഡോ ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കവർ ചെയ്തിട്ട് ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കതിനെ കുഞ്ഞു ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മളെല്ലാം ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുത്ത ശേഷം നമുക്കിനി ചപ്പാത്തി നന്നായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഇനി ഞാൻ എല്ലാ ചപ്പാത്തിയും ഒന്ന് പരത്തിയെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം. നമ്മളിപ്പോൾ ചപ്പാത്തി എല്ലാം തന്നെ ഇവിടെ ചുട്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വെറൈറ്റി ചപ്പാത്തിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലൈഫ്.